നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോണത് മുള ബിരിയാണിയാണ്, അതായത് ബാംബു ബിരിയാണി. അപ്പം അതിനാവശ്യമുള്ളത് മുളയാണ്. നല്ല ഫ്രഷ് മുള, പച്ച മുള മുളക്കൂട്ടത്തിൽ നിന്ന് വെട്ടിയിട്ട് നമ്മളെ പിള്ളേർ കൊണ്ടുവരികയാണ്. അപ്പം ഞങ്ങൾ കട്ട് ചെയ്യാം കേട്ടോ. നന്നായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതായത് കട്ട് ചെയ്യുന്നത് നമ്മൾ പുട്ടുംകുറ്റി, പഴയ കാലത്തെ പുട്ടുംകുറ്റിൻ്റെ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഒരു ഏകദേശം ഒരു 20 പീസ് ഉണ്ട് കേട്ടോ ചെയ്തിട്ട്. ഇപ്പം നന്നായിട്ട് നമ്മളിത് വാഷ് ചെയ്യണം കേട്ടോ, നന്നായിട്ട് കഴുകി വൃത്തിയാക്കുകയാണ്. ഇപ്പം നമ്മൾ ആ ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. 20 പീസ് മുളം കുറ്റി ഒരേ വലുപ്പത്തിന് ഏകദേശം കേട്ടോ. അപ്പോൾ ഒരു ടേബിൾ ആവശ്യമുള്ള ടേബിൾ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ടേബിൾ എടുത്തുകൊണ്ടുവന്ന് ഒരു പായ വിരിക്കാണ്. അപ്പം നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ട് ഉള്ളി തൊലിക്കുന്നുണ്ട് കേട്ടോ. നല്ല മഴക്കാറുണ്ട് കേട്ടോ. മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മഴ പെയ്തിട്ടാ ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാം. ഏകദേശം 1 കിലോ ഉള്ളി ഉണ്ട് കേട്ടോ. ആ ഉള്ളി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. സൂപ്പർ മഴ കേട്ടോ, അടിപൊളി മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ബാംബു ബിരിയാണി ഉണ്ട് തയ്യാറായതിൻ്റെ ശേഷം മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. എന്നാൽ ഏത് മഴ കോരിച്ചെറിയുന്ന മഴത്തും സംഭവം റെഡിയാക്കും കേട്ടോ, അത് വേറെ വിഷയം. മഴ ഒന്നും പ്രശ്നമാക്കില്ല. അപ്പം നമ്മളെ കോഴി കഴുകിയിട്ട് ആദ്യമായിട്ട് ചെമ്പിലിട്ടുണ്ട്. ഏകദേശം ഒരു 3 കിലോ കോഴി ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ കോഴിയിൽ ജിഞ്ചറും ഗാർലിക്കും കൂടെ പേസ്റ്റ് ആക്കിയതായിട്ടാ നമ്മൾ അതിൽ ചേർത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉപ്പാണ്, പാകത്തിന് ഉപ്പിടണം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, അടുത്തതൊരു കാശ്മീർ ചില്ലി കേട്ടോ, അതായത് കാശ്മീർ മുളക് പൊടി. അതാകുമ്പോൾ നല്ല കളർ ഉണ്ടാവും. നല്ല ലുക്കായിരിക്കണം കോഴി. നന്നായിട്ട് നമ്മൾ കുഴക്കുന്നുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് കുഴച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂർ നമ്മളിത് മസാല പിടിക്കാൻ വേണ്ടി വെക്കണം. ആ കളർ ഉണ്ടോ നമ്മളെ. അപ്പം 4 കിലോ ബസ്മതി റൈസ് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ അത് ഇട്ട് വെക്കും കേട്ടോ. ഏകദേശം നല്ല സൂപ്പർ അരിയാണ്, നല്ല വില പിടിപ്പുള്ള അരിയാണ് കേട്ടോ. ഒറിജിനൽ ബസ്മതിയാണിത്. നമ്മളൊരു 4 പ്രാവശ്യം 3 പ്രാവശ്യം കഴുകിയിട്ട് ഒരു വെള്ളത്തിലിട്ട് വെക്കും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ പിള്ളേരൊക്കെ കൂടെ കാശ് ഷെയർ ചെയ്തിട്ട് എല്ലാവരും കൂടെ പിരിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും പൈസ ഉണ്ടാവും അതിൽ. പിള്ളേർക്ക് രസമാണത് സംഭവം. നല്ല കഴുകുണ്ട്, നല്ല വൃത്തിയാക്കിയിട്ട് അത് നമ്മളെ പശമൊക്കെ ഉണ്ട് കളയണം. അപ്പം നമുക്ക് അതിനാവശ്യമായിട്ടുള്ള കല്ല് താവൂക്കാട്ടോ. അത് വെച്ച് പിന്നെ നമ്മളതിലേക്ക് ഓയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പ് കത്തിച്ചിട്ട് ഓയിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഉള്ളി പൊരിക്കും. ഉള്ളി ഒന്നിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കും കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പരിപാടി തുടങ്ങാൻ പോകണം.
നമ്മൾ കട്ട് ചെയ്യണത് പുതിന കേട്ടോ, ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. അപ്പൊ അടുത്തത് മല്ലിച്ചപ്പാണ് കേട്ടോ ഈ കട്ട് ചെയ്യണത്. അപ്പൊ ചപ്പും പുതിനയും കട്ട് ചെയ്തു വെള്ളത്തിലിട്ട്. നമ്മളെ സാക്കിറാണ് ഇട്ടത്, മറ്റൊന്നല്ല. നമ്മളെ കോഴി റെഡി ആയിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞ്. അപ്പൊ ഇനി കോഴി നമുക്ക് റെഡിയാക്കി മസാല 2 മണിക്കൂർ കഴിഞ്ഞ കോഴിയാണ് ഇട്ടത്. അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ ഇഞ്ചും വെള്ളുള്ളിയും കൂടെ ഉള്ള പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പൊ ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ആ തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഈ കളർ ഇട്ടാ ബ്രൗൺ കളറാക്കിയിട്ട് ഉള്ളി നല്ല പൊരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളെ മുളക് പേസ്റ്റ് ആക്കിയത് ഇട്ടത്. ഇത് നമ്മൾ ആ കോയിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് ഏലക്ക, പട്ട, പൂവ്, ജാതിക്ക, അതിന്റെ തക്കോലൊക്കെ കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. അതും പൊടിക്കണ്ട. മുളക് പേസ്റ്റ് ആട്ടത് ഇടാൻ പോണ് മുളക് പേസ്റ്റാണ്. കാശ്മീർ ചില്ലി സ്വല്പം കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം കുറച്ച് ഉപ്പ് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ചും കൂടെ ഉപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ചും കൂടെ മല്ലിച്ചപ്പും പുതിനയും കൂടെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചതാണ് ഇപ്പൊ ഇടാൻ പോകുന്നത് കേട്ടോ. ഉള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്തില്ലേ, അതുകൂടെ മിക്സ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു ടേസ്റ്റ് വേർത്തന്നെ കേട്ടോ. ബാംബു ബിരിയാണി എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നമ്മളെ നാട്ടിൽ കണ്ടിട്ടുണ്ടാവില്ല കേട്ടത്. അപ്പൊ ഇതൊക്കെ ഒന്ന് എപ്പോഴൊന്ന് ട്രൈ ചെയ്തോണ്ട് കാട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ നമ്മളെ നാട്ടിലൊക്കെ ഇട്ടല്ലോ നല്ല മുള, നല്ല കനം കുറഞ്ഞ മുള ഉണ്ടാവുമല്ലോ, അത് മുറിക്കുക. എന്നിട്ട് നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാം, ആർക്കും ഉണ്ടാക്കാം. നമുക്ക് മാത്രമല്ല ഈ ഇതിന് മേളിൽ കുറച്ച് ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാട്ടോ. കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചെറുനാരങ്ങയാണ് കട്ട് ചെയ്തിട്ടാണ്. ചെറുനാരങ്ങ ഇതിന് നമ്മൾ നീരാണ് എടുക്കുക. നല്ല പിഴിഞ്ഞിട്ട് കുരു ഒഴിവാക്കണം കേട്ടോ. കുരു അരിച്ചെടുക്കണം. കുരു ചെന്ന് കഴിഞ്ഞാൽ അന്നേരം കയ്പ്പ് രസം വരും. നമ്മളെപ്പോഴും ഈ ഇറച്ചിൻ്റെ എന്തൊരു പരിപാടിയുണ്ട്, ചെറുനാരങ്ങ യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം സുർക്കിനേക്കാൾ നല്ല ചെറുനാരങ്ങയാണ്. അതിൻ്റെ ചേരുവകൾക്ക് നല്ല ഒരു പ്രത്യേക രുചിയാണ്. നമ്മളെ ബിരിയാണിയിലായാലും ഏതിലായാലും ശരി ചെറുനാരങ്ങ യൂസ് ചെയ്താൽ അതൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ നന്നായിട്ടാണ് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ചേരുവകളൊക്കെ ചേർത്ത് നിങ്ങൾ കണ്ടില്ലേ. അപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോട്ടെ. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തോട്ടെ. നമ്മൾ തൈരാണ് ഒഴിച്ചത് കേട്ടോ. തൈര് ഏകദേശം ഒരു 500 ഗ്രാം തൈരാണ് ഒഴിക്കുന്നത് കേട്ടോ. മെയിനായിട്ട് തൈരാണ് ഇതിൽ. നല്ല കുഴമ്പായിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ അത്രയും നല്ല ഇതാണ്, ഭംഗിയാണ് ഇത് കാണാൻ തന്നെ. അപ്പം നമ്മൾ ഒരു ഗരം മസാല ഇട്ട്, ഗരം മസാല പൗഡർ അതും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ വെള്ളം എന്തിനാ വെച്ചെന്നറിയോ? അരി വേവിക്കാനുള്ള വെള്ളം. മുള കത്തിക്കാനുള്ള അടുപ്പ് ഇവിടെ റെഡി കൊണ്ടിരിക്കുക കേട്ടോ നമ്മള്. പിന്നെ വെള്ളത്തിലിതാ ജാതിക്ക, ഏകദേശം ഏലക്ക, പട്ട, പൂവ്, മറ്റേ തക്കോല ഇത് വെള്ളത്തിലിട്ടുണ്ട് കേട്ടോ. തിളച്ച ഉപ്പിട്ട് ഇനി നമ്മൾ വെള്ളം തിളച്ച് അരി ഇടാൻ പോകട്ടോ. അരി ഇട്ട് കേട്ടോ. ഓക്കെ, നല്ല വേവാവട്ടെ. അത് മുഴുവൻ വേവണ്ട കേട്ടോ. ഏകദേശം ഒരു ഹാഫ് വേവായാൽ മതി കേട്ടോ. മുള കത്തിച്ചിട്ടാ. മുളക്ക് കത്തിക്കൊണ്ടിരിക്കണം നമ്മൾ മുള ബിരിയാണിന്റെ പരിപാടി. നമ്മള് മുള റെഡി ആയിട്ടുണ്ട് കേട്ടോ.
മുള റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളാ കോഴി കോഴി ഇഞ്ഞ് മുളയിലിടും എന്ന് നോക്കിക്കോളി. ഇതൊക്കെ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചോളേണ്ടി കേട്ടോ. കാരണം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ആവശ്യം വരുന്നത്. നമ്മളെ ചാനലിൽ ഇങ്ങനൊക്കെ ഒരു വെറൈറ്റി ആയിരിക്കും എപ്പോഴും. നല്ല മുളയിൽ നിറക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ പീസും ഉണ്ടാവും മസാല ഉണ്ടാവും കേട്ടോ. രണ്ടും കൂടെ മിക്സ് ആക്കി ഇടണം കേട്ടോ. ഞാൻ കണ്ട സ്പൂണായിട്ട് നമ്മൾ കയ്യിലായിട്ട് നമ്മളതിൽ ചോറ് നിറക്കുക. നമ്മൾ ഏകദേശം ഹാഫ് വേവായിട്ടുള്ളൂ കേട്ടോ ബസ്മതി റൈസ്. ഇത് നിറക്കും. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇതൊന്നും നിങ്ങളെവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ഒരുവിധം പണ്ടാരിമാരൊന്നും ചെയ്യാൻ നിൽക്കില്ല. മുള ബിരിയാണി എന്താണ് അതെന്ന് അറിയില്ല ചുരുക്കി പറഞ്ഞാൽ. പന്തക്ക് അത് ഇല ഇട്ടോ, നമ്മളെ വായൻ്റെ ഇലയിട്ടാണ് പന്തക്കിട്ടുള്ളത്. അപ്പൊ നമ്മളാ കുറ്റി നിറഞ്ഞതിന്റെ ശേഷം നമ്മളതിന്റെ ഇലയാണ് വെക്കുന്നത് കേട്ടോ. നമ്മളെ വായൻ്റെ ഇല എന്നതിന്റെ ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നറിയോ? മൈദമാവ് വയ്ക്കുക. നല്ല മൈദ കുഴച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ വെക്കും. നല്ല മാവായിട്ട്. അപ്പം എന്താ വെച്ചാൽ തീരെ ആവി പുറത്തേക്ക് പോവില്ല. അങ്ങനെ ഓരോ മുളകളിലും നിറച്ച് വെച്ചിട്ടാണ് മൈദ ഇട്ട് ഒട്ടിക്കണം കേട്ടോ. കവർ ചെയ്തിട്ട് എല്ലാ കുറ്റിയിലും 20 കുറ്റി ഉണ്ടായി. 20 കുറ്റിയിലും നമ്മൾ മൈദ നിറക്കുക. കണ്ട, ഇതാണ് നമ്മളെ ബാമ്പു ബിരിയാണി എന്ന് പറഞ്ഞ സാധനം. കണ്ട, അപ്പം നമ്മൾ കല്ലിങ്ങനെ വെച്ചിട്ട് മുള കുറ്റി നമ്മളെ ബിരിയാണിയും കൂടെ ചെരിച്ച് വെച്ചിരിക്കണം. ഇതേപോലെ ചെരിച്ച് വെച്ചിരിക്കണം. കണ്ടോ, കണ്ടില്ല എല്ലാവരും? ഞാൻ അതുമല്ലാണ് പരിപാടി. വിറകന കേട്ടോ, കത്തിക്കണ വിറകന, കരിയൊന്നുമില്ല, സാധാ വിറക്. നമ്മളെ വിറക് കത്തി വരികയാണിത്. കണ്ടില്ലേ? ഇതാണ് നമ്മളെ വെറൈറ്റി ബിരിയാണി എന്ന് പറഞ്ഞത്. നന്നായിട്ട് കത്തുന്നുണ്ട്. അപ്പം ഈ മുള ശരിക്കും പറഞ്ഞൊരു ഒരാവിയോ ഒന്നും പുറത്തു പോകില്ല. അത് തിന്നാൽ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയെന്ന് മനസ്സിലാവണം. ഒരു അപാര ടേസ്റ്റുള്ള സംഭവമായിട്ടത്. ഇത് നമ്മൾ ശരിക്കും നിങ്ങൾ ചെയ്യുന്ന വേണം വീട്ടിൽ കേട്ടോ. അപ്പം നമ്മളത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കണ്ടോ. അപ്പം ആവി പറക്കണം. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകണം എന്താ പറയുക, അത് ശരിക്കും കുത്തണ്. അതാ കൊട്ടിയിട്ട് അയ്യവാ, അടിപൊളി നല്ല അടിപൊളി ഒന്നാം തരം ബിരിയാണി ഇട്ടത്. അടിപൊളി എന്നാൽ സൂപ്പർ 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 തന്നെ പറയാം. ആ മുളന്റെ സ്മെല്ലുണ്ടല്ലോ, എന്ത് നല്ലൊരു വാസനയാണ് വരുന്നത്. ആ ബസ്മതി റൈസിന്റെ ആ മുളന്റെയും കൂടെ ഇത് 20 കുറ്റിൽ ഏകദേശം പാത്രമൊക്കെ നിറയട്ടോ. നിങ്ങൾ എപ്പോഴൊന്ന് ട്രൈ